എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പി ആണ് കേട്ടോ കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബീഫ് മന്തി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ക്യാപ്സിക്കം, 1 സവാള ഒരു ചെറുതാട്ടാ, പിന്നെ കുറച്ച് മല്ലിയില, 2 ബേ ലീഫ്, ഉണക്ക നാരങ്ങ, പട്ട, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ഒരു പച്ചമുളകും കൂടി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 കട്ട മാഗി ക്യൂബ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മന്തി മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ വേണമെങ്കിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കട്ടോ, നിർബന്ധമില്ല. എന്നാലും ബീഫായതുകൊണ്ട് കുറച്ച് ഇട്ട് കൊടുത്താൽ ടേസ്റ്റാണ്. പിന്നെ കുറച്ച് സുറുക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാഗി ക്യൂബ് ഇട്ടതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക. കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നല്ല ഇങ്ങനെ കുഴച്ചിട്ട്, കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ട് വെക്കട്ടെ. നല്ല ബീഫ് മിൽക്കൊക്കെ അങ്ങോട്ട് പിടിക്കുള്ളൂ. പിന്നെ ഒരു ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ വെക്കുക, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുക. പിന്നെ അന്ന് 2 ഗസ്റ്റുകളുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്നപ്പോൾ അവർക്ക് ഞാൻ ആദ്യം ഓരോ ഗ്ലാസ് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുത്തു. മഴയല്ല, ജ്യൂസൊന്നും പറ്റില്ലല്ലോ. പിന്നെ അവർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിവട, ആരുമില്ല, എൻ്റെ മോളെ 2 ഫ്രണ്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വന്ന പാടെ ഒരു ഹോർലിക്സ് കൊടുത്തിട്ട് പിന്നെ ഇനി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ട്, കുടിച്ചിട്ടില്ല. പിന്നെ ഇതിൽ കുറച്ച് ഗരം മസാല ആ സമയത്ത് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങനെ ഇതൊക്കെ ഉണക്ക നാരങ്ങ അതൊക്കെ ചേർത്തത്, പൊടിച്ചത് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ സമയത്ത് ഇട്ട് കൊടുത്ത്. പിന്നെ ഇതാ കുറച്ച് ജ്യൂസ്, മാങ്ങ ജ്യൂസ് അടിച്ചതുണ്ട്. പിന്നെ ഇത് മയോണൈസിനുള്ളതാണ്. മന്തിയാണല്ലോ, അപ്പോൾ മന്തിയിലേക്ക് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ കുറക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് പിന്നെ മയോണൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഞാൻ അരി വെള്ളത്തിയിട്ട് വെക്കുക കേട്ടോ. 1 മണിക്കൂർ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ കുതിർത്തി വെക്കുകയാണ്. പിന്നെ അതിനിടയിൽ ബീഫ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, പാകത്തിനൊക്കെ വെന്തിട്ട്. അപ്പോൾ നല്ല വെള്ളമുണ്ട്, ബീഫ് വെന്ത് വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമുക്കത് ആ വെള്ളം ആവശ്യമാണ്. മന്തി ഒന്ന് ദമ്മിടുമ്പോൾ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത് അരി വേവിക്കാനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓയിൽ, ബേ ലീഫ്, ഉപ്പ്, പട്ട, പൂവ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഏലക്കായ എല്ലാം ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്ത് ഒരു 90% വെന്താൽ മതി കേട്ടോ. അരി പൊട്ടിപ്പോവരുത്, ഒന്നിങ്ങനെ വളഞ്ഞ് വരുന്നതാണ് അതിൻ്റെ പാകം. വെന്ത് എന്നുള്ളത് ബസ്മതി റൈസിൻ്റെ വേവ് അറിയൽ അങ്ങനെയാണ്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ മറ്റേ അടുപ്പത്ത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അവർക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതങ്ങോട്ട് അതിന് ശേഷം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. റൈസ് നല്ല വെന്ത് പോയാൽ പിന്നെ നമ്മൾ ദമ്മിൽ കിടക്കുമ്പോഴും വേവ് ഏറിപ്പോവും. അങ്ങനെ പിന്നെ ഇതാ ചായ ഒക്കെ കുടിക്കട്ടെ. അപ്പോൾ കാപ്പി ഉണ്ട്, ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് ഉണ്ട്, പിന്നെ ഉള്ളിവടയും ഈത്തപ്പഴം, പിന്നെ വേറൊരു കടിയൊക്കെ ആയിട്ട് ചായ കുടിച്ചെല്ലാവരും. അപ്പോൾ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചോറ് വെന്ത് ഞാൻ ഊറ്റി വെച്ചിരുന്ന് ചായ കുടി കഴിഞ്ഞിട്ട് ദമ്മിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ കുറേശ്ശെ അങ്ങനെ അതിലേക്ക് പാത്രത്തിൽ തന്നെ, നമ്മൾ അരി വേവിച്ച് അതേ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇടയിൽ ഇങ്ങനെ ബീഫ് വെന്താ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് കളറ് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഞാനൊരു കുട്ടികളൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമായിക്കോട്ടെ, കളറിൻ്റെ ഒക്കെ ഇത് കാണുമ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോറ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കുറച്ച് കളറൊക്കെ ഇതാക്കി. ഞാൻ കുറച്ച് മഞ്ഞളിൻ്റെ വെള്ളം വേണമെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കട്ടെ, അത് ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി ബീഫൊക്കെ അങ്ങനെ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്ത് മേലെ ആ വെള്ളവും ബീഫും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് പരത്തി കൊടുത്തു. പിന്നെ ബീഫ് വേണമെങ്കിൽ ഒന്ന് പൊരിച്ചിട്ട് ഇടട്ടെ, വേണമെങ്കിൽ ഒന്ന് വേറൊരു പാനിലിട്ടിട്ട് നല്ലൊന്ന് പൊരിച്ച പോലെ ഒക്കെ ആണെങ്കിൽ ഒന്നും കൂടി ബീഫ് കാണാനൊരിതുണ്ടാവും.
പിന്നെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതാ ഒരു കണൽ ആക്കിയിട്ട് ഒന്ന് പുകയിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ആ ഹോൾ അടക്കേണ്ടിയിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് പിന്നെ ചെയ്തപ്പോൾ അടക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ അടിപൊളി സൂപ്പർ മന്തി റെഡി. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അടിപൊളി മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇതാ മയോണൈസ് അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.